ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും എ ജെ സിംപ്ലി ടോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു യൂട്യൂബിലൊക്കെ വൈറലായിട്ടുണ്ടായിരുന്ന ഒരു ഫേസ് മാസ്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ പറയാമെന്ന് വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് പിൽഗ്രിം എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്. എന്താ പറയുക, പിൽഗ്രിം എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പല പ്രോഡക്റ്റും നമുക്ക് സ്മിറ്റണിൽ സാമ്പിളായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അങ്ങനെയാണ് ഈ ഒരു ബ്രാൻഡിനെ പറ്റിയിട്ട് ഞാൻ കൂടുതലായിട്ട് അറിയുന്നത് കേട്ടോ, അങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ബ്രാൻഡിൻ്റെ 24K ഗോൾഡ് ഫേസ് മാസ്ക് ആണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത് കുറേ പേര് യൂട്യൂബിൽ തന്നെ വീഡിയോ ഇട്ട് കണ്ടു. അപ്പോൾ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ബൈ വൺ ഗെറ്റ് വൺ എന്ന് പറയുന്ന ഒരു ഓഫറിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് തുറന്നിട്ടുണ്ട് എങ്ങനെയാണ് കേട്ടോ അതിലുള്ളത്. അപ്പോൾ ഗൂഗിൾ പേയിൽ നമുക്ക് ഇങ്ങനെ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്നതിനനുസരിച്ച് നമുക്ക് ഓഫർ കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനെ എനിക്ക് സ്ക്രാച്ച് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളതാണ് പിൽഗ്രിമിൻ്റെ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി. ഞാനത് ഗൂഗിൾ പേ വഴി തന്നെ അവരുടെ സൈറ്റിൽ കയറിയിട്ട് ഓർഡർ ചെയ്തു. പക്ഷേ ഞാൻ അതിൻ്റെ കൂപ്പൺ കോഡ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരൊറ്റ പ്രോഡക്റ്റ് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനത് കസ്റ്റമർ കെയറുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഓഫർ ഇല്ലാതെയാണ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടിയിട്ടുള്ളതെന്ന്. ശരിക്കും ഇതിൻ്റെ സ്ഥാനത്ത് എനിക്ക് ഒരു പ്രോഡക്റ്റും കൂടെ കിട്ടേണ്ടതായിരുന്നു. എൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അപ്പം ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കൈ കിട്ടിയ ഒരൊറ്റ പ്രോഡക്റ്റ് ഉണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പോലത്തെ ഒരു കുഞ്ഞു ബോട്ടിലാണ് വരുന്നത്. നല്ല റേറ്റും ഉണ്ട്, 595 രൂപയും വരുന്നുണ്ട് ഇതിന്. അപ്പം ഞാനിത് യൂട്യൂബിൽ കുറേ യൂട്യൂബേഴ്സ് ഇത് ട്രയൽ ചെയ്തിട്ട് നല്ല റിസൾട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അതെ ഇവിടെ പുറത്തേക്കൊക്കെ ആയി. ഇതാ നല്ല ഗോൾഡ് കളറിലാണ്, നമ്മുടെ ഗോൾഡിൻ്റെ പോലെ ഇരിക്കും. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ ഗോൾഡ് ലീഫൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ല യെല്ലോ കളറിലാണ്, നല്ല ഗോൾഡൻ കളറിലാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്ത് നോക്കാം. ഞാനിത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഒരു ബോട്ടിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ ടെക്സ്ചർ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേ ഈ ഒരു ക്യാപ്പ് തുറക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു യെല്ലോ കളറിലാണ്, യെല്ലോ ക്രീമി ടെക്സ്ചറിലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്ത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് നോക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പ്രശ്നമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം, ഞാനിത് രാത്രിയാണ് ചെയ്യുന്നത്. എനിക്ക് നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പം ഞാൻ രാത്രി ചെയ്തിട്ട് ആണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫേഷ്യലൊക്കെ സാധാരണ അങ്ങനെയല്ലേ ചെയ്യാറ്. അപ്പം രാത്രി ചെയ്തിട്ട് പിറ്റേന്നാകുമ്പോഴത്തേക്കും നല്ലൊരു ബ്രൈറ്റ്നെസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ കൂടുതലായിട്ട് ഇത് രാത്രി ചെയ്ത് കഴിഞ്ഞിട്ട് കൂടുതലായിട്ട് ഭയങ്കരമായിട്ട് സോപ്പോ അങ്ങനെയൊക്കെ ഇട്ടിട്ടോ ഫേസ് ഭയങ്കരമായിട്ട് ഉരച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു ഗ്ലോ പോവും. പിന്നെ ഇത് നമുക്ക് എന്താ പറയുക, ഫേഷ്യലിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നൊരു മാസ്കാണ്, ഫേഷ്യൽ മാസ്ക് ആണ്. അല്ലാതെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തതിൻ്റെ സ്കിന്ന് ബ്രൈറ്റ് ആവുന്ന ഒരു ടൈപ്പ് ക്രീം അല്ല കേട്ടോ അത്. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട. അപ്പോൾ ഇത് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകി കളയാവുന്നതാണ് കേട്ടോ. നന്നായിട്ട് ഇത് ഉണങ്ങി വരും. നമുക്ക് ഫേസിലൊരു ഡിസ്റ്റർബൻസ് വരുന്ന സമയത്ത് നമുക്കിത് കഴുകി കളയാം. അപ്പോൾ അത് ഞാൻ റിംഗ് ലൈറ്റ് ഇല്ലാതെയാണ് കേട്ടോ ഈ ഒരു ഭാഗം എടുത്തത്. അപ്പോൾ റിംഗ് ലൈറ്റിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ, റിംഗ് ലൈറ്റ് വെക്കാതെയും വെച്ചപ്പോഴും നല്ല ക്ലാരിറ്റിയോടെ കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ കിട്ടിയില്ല. അപ്പം ഫസ്റ്റ് ആദ്യമായിട്ട് യൂട്യൂബൊക്കെ ചാനലൊക്കെ തുടങ്ങുന്നവർക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആവാം. അപ്പോൾ എന്തായാലും നിങ്ങളൊരു റിംഗ് ലൈറ്റ് വാങ്ങുക. അപ്പോൾ അതേ ഞാൻ ഫേസ് മാസ്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്. ഒരു യെല്ലോ കളർ നമ്മുടെ ആ ഒരു ഫേസിലേക്ക് പിടിച്ച് കിടക്കുന്നുണ്ട്. ഇത് നിങ്ങൾ എന്താ പറയുക, കണ്ടിന്യൂസ് ആയിട്ടൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ. നമുക്ക് എവിടെയെങ്കിലും ഫംഗ്ഷന് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു ഗ്ലോക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ഫേഷ്യൽ പാർലറിൽ പോയി ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാം. അത്രയേ ഉള്ളൂ ഇതിൻ്റെ പർപ്പസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.